ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാൽക്കണ്ണാടിയുടെ മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ കൈപ്പിടി പൊട്ടിപ്പോയ ഒരു പഴയ മിറർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാൽക്കണ്ണാടിയുടെ പ്രധാന ഭാഗം. വാൽക്കണ്ണാടിയുടെ ഡിസൈൻ ഞാനൊരു ന്യൂസ് പേപ്പറിലേക്ക് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കാർഡ് ബോർഡിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അകത്തെ ആ റൗണ്ട് പോർഷൻ മാത്രം കാർഡ് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതിനകത്ത് കാർഡ് ബോർഡിൻ്റെ ഒരു ലെയർ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നമുക്ക് ഈ മിറർ അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിറർ അങ്ങ് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ കൈപ്പിടി ഒന്നുകൂടി സ്ട്രോങ് ആകുന്നതിനേക്കായി ബാക്ക് സൈഡിൽ കുറച്ച് ഈർക്കിൽ കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കൈപ്പിടിയിൽ ഞാൻ കുറച്ച് കോട്ടൺ ത്രെഡ് കൂടി ചുറ്റിയെടുക്കുകയാണ്. ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെയെല്ലാം ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ്. ടിഷ്യൂ പേപ്പറെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അലങ്കാരത്തിനായിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടി ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ ക്ലേ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ വളരെ കുറച്ച് ക്ലേ മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ഇത് നീളത്തിലാക്കിയിട്ട് ഇവിടേക്ക് ചെറിയ ഡിസൈൻ ചെയ്തു കൊടുക്കാം. ക്ലേ എല്ലാം സെറ്റായതിനു ശേഷം ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് മെറ്റാലിക് ഗോൾഡ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും. പെയിൻ്റ് എല്ലാം നന്നായി ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഒരു കൂട്ട് വാർണിഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ചെയ്താൽ കളറൊന്നും ഫെയ്ഡ് ആകാതെ നല്ല തിളക്കത്തോടെ തന്നെ ഇത് നിലനിൽക്കും. അങ്ങനെ നമ്മുടെ വർക്ക് കൂടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ വീഡിയോ
ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഞാനിത് 1 വർഷം മുമ്പ് ചെയ്ത ഒരു വർക്കാണ്. ഇപ്പോൾ എനിക്ക് പുതിയതായിട്ട് വർക്കുകളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായതിനാൽ ഇത് അപ്ലോഡ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും ഗുഡ് ബൈ.